ചില പ്രത്യേകതരം വാഹനങ്ങൾക്ക് മാത്രമായുള്ള വർക്ക്ഷോപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ അധികം ഇടങ്ങളിൽ എങ്ങും കാണില്ല ഇതുപോലെ ഒന്ന്. എന്നാ പിന്നെ അതേതാണെന്നൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ. എന്താ രാവിലെ വഴിയിലായോ? ചെറിയ മിസ്സിങ്. റെഡിയാവും ഇപ്പോൾ. രണ്ടടി പിടിച്ച് റെഡിയാവുന്നേ ഉള്ളൂ. പോയില്ലേ? സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല. അപ്പം കാര്യമായിട്ട് എന്തോ പണി ഉണ്ടല്ലോ. എന്നാല് സുഹിത്തിന്റെ വർക്ക്ഷോപ്പിൽ കാണിക്കാം. പക്ഷെ ഇവിടുന്ന് അവിടെ തെള്ളണ്ടേ? ഞാനും കൂടെ. വേറെ പണിയൊന്നുമില്ലല്ലോ. പോയില്ല. സ്കൂട്ടർ എന്താ പറ്റിയ? എന്തോ ഒരു മിസ്സിങ്. അടിച്ചിട്ടൊന്നും സ്റ്റാർട്ട് ആകുന്നില്ല. ആണല്ലേ? പെട്രോളൊക്കെ അല്ലേ? പെട്രോളുണ്ട്. നമുക്ക് നോക്കിയേക്കാം. പേര് പോള. ഇത് 83 ലാംബി 150. ഇടയ്ക്ക് ഒരു ചെറിയ പണിയൊക്കെ നടത്തി. പക്ഷേ 3-4 വർഷമായിട്ട് കാര്യമായ കുഴപ്പമില്ല കൊണ്ടു നടക്കുമായിരുന്നു. പഴയകാല സ്കൂട്ടർ മാത്രമാണോ പണിയുന്നത്? 2 സ്ട്രോക്ക് സ്കൂട്ടറിൽ മൊത്തം നമ്മൾ റീസ്റ്റോറേഷനും ഫുൾ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഇരിക്കുന്ന വണ്ടി ഏതാ? ഈ ഇരിക്കുന്നത് ലാംബിയ. അത് 78 മോഡൽ ലാംബി 150. LML സ്പ്രേ ഉണ്ട്, ചെയറൊക്കെ ഉണ്ട്, വിജയ് സൂപ്പർ ഇരിപ്പുണ്ട്. എല്ലാം ഇതുപോലെ വർക്കിന് വന്നത്. പാർട്സ് എല്ലാം നമുക്ക് അത്യാവശ്യം കൊറിയർ ഓൺലൈനിൽ നിന്നാണെങ്കിലും സാധനങ്ങളെല്ലാം കിട്ടും. 80കളിലും 90കളിലും യുവത്വത്തിന്റെ ഹരമായിരുന്ന വാഹനങ്ങൾ വിജയ സൂപ്പർ, ലാംബി, വെസ്പ, ലാംബ്രിട്ട, പിന്നെ ചേതക്. ഇവയൊക്കെ നല്ല ചെത്ത് ലുക്കിൽ ഇവിടെയുണ്ട്. ഓമല്ലൂർ മുള്ളനിക്കാട് മലയിരിക്കുന്നതിൽ വീട്ടിൽ വാഹനം ഏതവസ്ഥയിലുമായിക്കോട്ടെ ഇവിടെ എത്തിച്ചു കൊടുത്താൽ നല്ല ഷോറൂം കണ്ടീഷനിൽ തിരികെ കിട്ടും. ഇവിടെ ഏറ്റവും പഴയതുള്ളത് 78 മോഡലാണ് ലാംബി. ഈ ലാംബി തന്നെ 78 മോഡൽ ലാംബി. പിന്നെ 85 മോഡൽ വിജയ് സൂപ്പർ മാർക്ക് 2 ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിയെല്ലാം 87, 88 കാലഘട്ടം, 89 കാലഘട്ടത്തിലാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഈ 2 സ്ട്രോക്ക് മാത്രമായിട്ട് നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഇത് സെറ്റപ്പായി പുറത്തൊരു ഗ്യാരേജ് ഒക്കെ തുടങ്ങണമെന്നാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ എല്ലാ വാഹനത്തിൻ്റെയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനാണ്. ഇഷ്ടം വണ്ടിപ്പണിയോടായി. കോട്ടയത്തൊരു വർക്ക്ഷോപ്പിൽ നിന്ന് 3 മാസം കൊണ്ട് പണി പഠിച്ചു. പിന്നീട് പഴയ വാഹനങ്ങൾ 1-2 വാങ്ങിപ്പണിതു. ശേഷം വീട്ടിൽ തന്നെ വർക്ക്ഷോപ്പ് തുറന്നു. ഇപ്പോൾ കേട്ടും കണ്ടും ആളുകൾ വിന്റേജ് വാഹനങ്ങളുമായി എത്തുന്നു. സ്പെയർ പാർട്സ് ഇല്ലായ്മയൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, ദൂര ജില്ലയിൽ നിന്നൊക്കെ ട്രെയിനിലൊക്കെ കയറ്റിയിട്ടാണെങ്കിൽ അവരിവിടെ എത്തിക്കുന്നുണ്ട്. ചില വാഹനത്തിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് ഒറിജിനൽ കിട്ടാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ നോർത്ത് സൈഡിൽ നിന്നൊക്കെ കൊറിയർ എടുക്കും, പോസ്റ്റ് വഴിയൊക്കെ എടുക്കും. അങ്ങനെയാണ് സ്പെയർ നമ്മൾ കൂടുതലായിട്ട് എടുത്ത് ചെയ്യണത്. ഇല്ല, പ്ലഗ് അഡാപ്റ്റർ എന്തോ ലൂസായോ. നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തത്സമയം CK അഭിലാൽ തന്നെ ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പഴയ വാഹനങ്ങളോടൊരു കമ്പമൊക്കെ ഈയിടെയായിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. യമഹ വാഹനങ്ങളോടുള്ളൊരു താല്പര്യം, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കൂട്ടറുകൾ, 2 സ്ട്രോക്ക് വാഹനങ്ങൾ, അതിനോടൊക്കെ ഒരു താല്പര്യം വരുമ്പോൾ ഇനി ഇത് നന്നാക്കാൻ എവിടെ പോവും എന്നുള്ള ആശങ്ക ഇതോടെ അവസാനിച്ചിരിക്കുന്നു അല്ലേ? ലാംബിയും ചേതക്കും LML വെസ്പയും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഓടിച്ചു നോക്കാനും സ്വന്തമാക്കാനും ഒക്കെ തന്നെ ഏറെ ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അത്തരം വാഹനങ്ങൾ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു മനസ്സിലൊരു കുളിർമയുള്ള ഒരു അനുഭവമാണ്. പഴയകാല ഓർമ്മകളിലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞ ഒരു ഫീലാണ് ഉണ്ടായത്. പലപ്പോഴും ഇത്തരം വാഹനങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോലും ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ യഥാസമയം ലഭ്യമാകാത്തതിനെ തുടർന്ന് പല ആളുകളും വാഹനങ്ങൾ വിറ്റഴിക്കുകയോ ആക്രി വിലയ്ക്ക് തൂക്കിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ
വീടുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ സുജിത്തുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ ചില കമ്പനികൾ ഇത്തരം വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഓൺലൈനിലായി ഇത് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ നന്നാക്കി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു നല്ല അവസരമാണ്. ഇത്തരത്തിൽ വാഹനങ്ങളോട് ഏറെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു പുതിയ വഴി തുറക്കുക കൂടിയാണ്. ഈ പഴയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കൂട്ടായ്മകൾ, സമൂഹ മാധ്യമങ്ങൾ അടക്കമുണ്ട്. അവരിൽ നിന്നും ചില വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭ്യമാകുന്നുണ്ട്. ചുരുക്കത്തിൽ പഴയ വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതുവഴി ലഭ്യമാവുന്നത്.